വടകര നഗരസഭയുടെ മാതൃകാ പദ്ധതിയായ നഗരസഭ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അരികെ പദ്ധതിക്ക് നൽകിയ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. വടകര നഗരസഭയിൽ നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഉദ്ഘാടനവും അരികെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയുടെ ആംബുലൻസ് ഫ്ളാഗ് ഓഫും നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ഹരിത കേരള മിഷനിലൂടെ 2 നെറ്റ് സീറോ കാർബൺ പദ്ധതികളാണ് വടകര നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. 45 ലക്ഷം രൂപ ചെലവഴിച്ച് ബയോ മെഥനേഷൻ പ്ലാന്റും 35 ലക്ഷം രൂപ ചെലവഴിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുമാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. നെറ്റ് സീറോ കാർബൺ പദ്ധതി ആദ്യം ഏറ്റെടുത്ത നഗരസഭയാണ് വടകര. ഇക്കാര്യത്തിൽ വടകര കേരളത്തിന് മാതൃകയാകുന്ന പ്രവർത്തനമാണ് നടത്തുന്നത്. പരിസ്ഥിതി സംരക്ഷണം എന്നത് പ്രായോഗിക തലത്തിൽ എങ്ങനെയൊക്കെ ആകാമെന്നതാണ് വടകര നഗരസഭ പരിശോധിക്കുന്നത്. ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച ഹരിത കേരളം മിഷനെയും വടകര നഗരസഭയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വടകര നഗരസഭ കഴിഞ്ഞ 5 വർഷം മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച നഗരസഭയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന അരികെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനവും മാതൃകാപരമായ പദ്ധതിയാണ്. വിപുലമായ പാലിയേറ്റീവ് പ്രവർത്തന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആംബുലൻസ് വാങ്ങി നൽകുന്നത്. ഇതിന് പണം കണ്ടെത്തിയത് കുടുംബശ്രീ അയൽക്കൂട്ടം വഴിയാണ് എന്നത് അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ്. ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ്. പശ്ചാത്തല വികസനം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റവും മാതൃകാപരമായി നടപ്പിലാക്കുന്ന സർക്കാരാണ് LDF സർക്കാർ. രാജ്യത്താദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. ചൈന കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ശാസ്ത്രീയമായി അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയ പ്രദേശമാണ് കേരളം. സാധാരണ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് LDF സർക്കാരിൻ്റെ മുഖമുദ്ര. ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യനും വികസനത്തിൻ്റെ രുചി അറിയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുക എന്നതിനാണ് ഈ സർക്കാർ മുൻതൂക്കം നൽകുന്നത്. നഗരസഭയുടെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളുടെയും ഡോക്ടർമാർ, ആശാവർക്കർമാർ 47 വാർഡുകളിൽ നിന്നും 5 വീതം വളണ്ടിയർമാരെ പരിശീലനം കൊടുത്തുകൊണ്ട് സാന്ത്വന പരിചരണം, ആവശ്യമായ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പരിചരണവും അത്യാവശ്യ ഉപകരണങ്ങളുമായി എല്ലാവരിലും വിപുലമായി എത്തിക്കാനായി നഗരസഭാ പദ്ധതിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് കുടുംബശ്രീ വടകര മുന്നിട്ടിറങ്ങി. അയൽക്കൂട്ടങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു വാങ്ങി നൽകിയ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മമാണ് നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ മന്ത്രി അഡ്വക്കേറ്റ് P.A. മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TP ഗോപാലൻ മാസ്റ്റർ, C കുമാരൻ, ബാബു പറമ്പത്ത്, ചൊക്രൻഡവിടെ ചന്ദ്രൻ, നിസാം പുത്തൂർ, CDS ചെയർപേഴ്സൺമാരായ മീര V, റീന VK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.